മാസപ്പടി കേസിലെ ഇ ഡി പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്ത ടി വേണുയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇ ഡി കൈമാറും. ഡിജിറ്റൽ തെളിവുകൾ PMLA കോടതിയിൽ സമർപ്പിക്കും. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡിന് പിന്നാലെ 242 അക്കൗണ്ടുകളിൽ നിന്നായുള്ള 18 കോടിയോളം രൂപ ഇ ഡി മരവിപ്പിച്ചിരുന്നു. ഇതിൽ ടി വീണയുടെ 3 അക്കൗണ്ടുണ്ട്. എന്നാൽ എത്ര രൂപ അക്കൗണ്ടിലുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2016 മുതൽ 23 വരെയുള്ള കാലയളവിൽ CMRL കമ്പനിയിൽ നിന്ന് 3 കോടി 28 ലക്ഷം രൂപയാണ് ടി വീണയ്ക്ക് ലഭിച്ചത്. ഇതിൽ 2 കോടി 78 ലക്ഷം രൂപ സേവനങ്ങൾ നൽകിയെന്നതിന്റെ പേരിലും 50 ലക്ഷം രൂപ 2 തവണയായി വായ്പയായും ലഭിച്ചു. ഇതിൽ എന്ത് സേവനമാണ് നൽകിയതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇമെയിൽ മുഖേനയുള്ള സന്ദേശ കൈമാറ്റമുണ്ടെങ്കിൽ പിടിച്ചെടുത്ത ഫോണിലെ പരിശോധനയിലൂടെ അത് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇ ഡി. പരിശോധനയിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ്. എല്ലാ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കും. രേഖകളും ഫോണുമെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും നോട്ടീസ് നൽകി ടി വീണയെ എറണാകുളത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇ ഡി എടുക്കുന്നത്. സംസ്ഥാനത്തെത്തിയ ഇ ഡി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ആരോപിച്ചു. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേലെ കടന്നുകയറ്റമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. ഇ ഡിക്കോ ഇ ഡിയെ പറഞ്ഞു വിട്ടവർക്കോ പിണറായി വിജയന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം. റെയ്ഡിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് CPM തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.